അതിരപ്പള്ളി പഞ്ചായത്തിലെ രൂക്ഷമായ വന്യമൃഗശല്യത്തിനും കർഷകരുടെ കാർഷിക വിളകൾ നശിപ്പിക്കുന്നതിനും പ്രതിഷേധിച്ച് അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ പ്രതിപക്ഷ മെമ്പർമാരായ ജയചന്ദ്രൻ കെ.എം, മനു പോൾ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷാൻഡി ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചു. ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ദിലിക് ദിവാകരൻ സമരം ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് പ്രസിഡന്റ് ബിജു പറമ്പി, പോൾസൺ കുറ്റിപ്പുഴക്കാരൻ, ബേബി സിയോ, മുരളി ചക്കന്തറ, സജീർ ബാബു, കെ.ഡി. സെബാസ്റ്റ്യൻ എന്നിവർ പ്രസംഗിച്ചു. സമരപ്രവർത്തകർ ചാലക്കുടി DFOയുമായി നടത്തിയ ചർച്ചയിൽ ഉന്നയിച്ച വിഷയങ്ങളിൽ എല്ലാം ശാശ്വതമായ പരിഹാരം ഉടനടി ഉണ്ടാകുമെന്നുള്ള ഉറപ്പിൽ സമരം അവസാനിപ്പിച്ചു. ഇന്നു മുതൽ 2 നൈറ്റ് വാച്ചർമാരെയും 1 ജീപ്പ് കൂടുതലായും നിയമിക്കാൻ തീരുമാനമായി. തുടർന്നും നമ്മൾ സമരപരിപാടികൾ വ്യാപിപ്പിച്ച് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് നിയമ സംവിധാനങ്ങളും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലും കൃത്യമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ സമരം ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രദേശങ്ങളിൽ അതിരപ്പള്ളി മുതൽ വെട്ടിക്കുഴി വരെയുള്ള പ്രദേശങ്ങളിൽ ഒരു വാഹനവും വിരലെണ്ണാവുന്ന ഉദ്യോഗസ്ഥർ മാത്രമാണ് രാത്രികാലങ്ങളിൽ ആനകളെ ഓടിക്കാനും മറ്റ് കാര്യങ്ങൾക്കുമായിട്ട് എത്തിച്ചേരുന്നത്. അത് മാറ്റി വെച്ചുകൊണ്ട് 2-3 വാർഡുകൾക്ക് ഒരു വണ്ടിയെങ്കിലും ഏർപ്പെടുത്തുകയും അതിന് മതിയായ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുകയും ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് കൂടുതൽ രീതിയിൽ ആക്രമണങ്ങളില്ലാത്ത രീതിയിൽ ഈ ആനയുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ. ആ സംവിധാനം നടപ്പിലാക്കുന്നതിന് വരെ നമ്മൾ ഈ സമരപരിപാടികളായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വന്യമൃഗ ആക്രമണത്തിനെതിരെ നിരവധിയായ സമരങ്ങൾ ഇവിടെ നടത്തിയിട്ടുള്ളതാണ്. ഈ സമരങ്ങളിലൊക്കെ തന്നെ വലിയ പ്രഖ്യാപനങ്ങളുണ്ടാവും. ഒരു തവണ കളക്ടർ നേരിട്ടെത്തി പ്രഖ്യാപനങ്ങൾ നടത്തിയതാണ്. പക്ഷേ ഈ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഇവിടെ നടപ്പിലാവുന്നില്ല എന്നത് വളരെ ദുഃഖകരമായ കാര്യമാണ്. മന്ത്രിസഭ തീരുമാനമെടുത്താണ് RRTയെ ഇവിടെ കൊണ്ടുവരുമെന്നുള്ളത്. ആ കണ്ണിൽ പൊഴിയിടാൻ വേണ്ടി ഒരാഴ്ചക്കാലമൊക്കെ RRT സംവിധാനം ഉണ്ടായി എന്നല്ലാതെ അതിപ്പോൾ നിന്നുപോയിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ സ്റ്റേഷനിൽ RRT ഉണ്ടാകും. ഇവിടെ ഒരു ആവശ്യം വന്ന് വിളിച്ചാൽ നിമിഷ നേരങ്ങൾക്കുള്ളിൽ എത്താവുന്ന രീതിയിലേക്കുള്ള സ്റ്റാഫുകളൂടെ ഉണ്ടാവണം. പല സ്റ്റാഫുകളും പറയുന്നൊരു വലിയ പരാതിയാണ്, അവർക്ക് പടക്കം വാങ്ങാൻ പോലും കൊടുക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ ഫണ്ടില്ല എന്ന് പറയുന്നത്. അവർ ഈ ആനയെ എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കി അത് ഓടിക്കാൻ കഴിയില്ല. നല്ല ടോർച്ചുകളും പടക്കം വാങ്ങാനുള്ള കാര്യങ്ങൾ കൊടുക്കണം. ആന വാച്ചർമാരെ നിയമിക്കണം. ആനയുടെ എണ്ണം പെരുകുന്നതിനനുസരിച്ച് ആന വാച്ചർമാരെ നിയമിച്ച് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം. ഫണ്ടില്ല എന്നുള്ള ഒരു നടപടി പറയുന്നത് ശരിയല്ല. ടാക്സ് പിരിക്കുന്നതിന് യാതൊരു കുറവുമില്ല, ശമ്പളം കിട്ടുന്നതിനും കുറവില്ല. അപ്പോൾ അതുകൊണ്ട് കൃത്യമായി ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ടാക്സിന് അനുസൃതമായ സേവനങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചേ പറ്റുള്ളൂ. ഈ ഒരു പരാതി കൊടുക്കുമ്പോൾ മിനിമം DFO എങ്കിലും വന്ന് ഈ വിഷയം ചർച്ച ചെയ്യാനും ഒരു തീരുമാനം ഉണ്ടാവണം. അല്ലാതെ സമരം അവസാനിക്കുന്ന പ്രശ്നമില്ല. എത്ര ദിവസം ഇവിടെ ഇരിക്കണമെന്നാലും ഇതിനൊരു തീരുമാനമാകാതെ ഇനി ഞങ്ങൾ പോകുന്നില്ല. അങ്ങനെ പലതവണ വന്ന് സംസാരിച്ച് പോകുന്നതല്ലാതെ ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല. ശക്തമായൊരു തീരുമാനം ഉണ്ടാവണം. ജനവാസ മേഖലകളിലേക്ക് ഈ കാട്ടുമൃഗങ്ങൾ കടന്നു വരാൻ പറ്റാത്ത രീതിയിലുള്ള സംവിധാനം എന്താണെന്ന് വെച്ചാൽ അതിനെന്തെങ്കിലും ഒരു ശാസ്ത്രീയമായ പഠനം ഈ ഫോറസ്റ്റ് നടപ്പിലാക്കിയിട്ടില്ല. ഇവർക്ക് റിസർച്ച് വിഭാഗമൊക്കെ ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഈ ആന ഇങ്ങനെ പ്രദേശങ്ങളിലേക്ക് കടന്നു വരുന്നത്, അതിനെങ്ങനെ തിരുത്താം, അതിന് ഏറ്റവും ശാസ്ത്രീയമായ മാർഗം എന്താണ് എന്നതിനെക്കുറിച്ച് പഠിച്ച്, അല്ലെങ്കിൽ ഇവർ പറയുന്നത് ഞങ്ങൾ കുറേ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന്, അത് ഒരു ജനപ്രതിനിധികളടക്കമുള്ള ഒരു ജനകീയ സദസ്സ് വിളിച്ചു ചേർത്ത് ആ സദസ്സിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇവർക്ക് സാധിക്കണം. അല്ലെങ്കിൽ പൊതുപ്രവർത്തകരായ ഞങ്ങളും ജനപ്രതിനിധികളും ആളുകളോട് ഉത്തരം പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഇതിന് ശാശ്വത പരിഹാരത്തിനുള്ള ഒരു തീരുമാനമെങ്കിലും ഇല്ലാതെ ഞങ്ങളിവിടുന്ന് പോകില്ല. ഞങ്ങൾ മരണം വരെ ഇരിക്കേണ്ടോ എന്നാലും ഇവിടെ ഇരിക്കാൻ തന്നെയാണ് ഇത്തവണ തീരുമാനിച്ചിട്ടുള്ളത്. അതിരപ്പള്ളി ജനവാസ മേഖലകളിൽ നിരന്തരമായിട്ട് കാട്ടാനകൾ ഇറങ്ങുന്നത് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയും 8-10 ആനകളൊക്കെ ഒരു കൂട്ടമായിട്ട് ഓരോ വാർഡിലും പ്രദേശങ്ങളിലും ഇറങ്ങി വ്യാപകമായിട്ട് കൃഷി നശിപ്പിക്കുകയാണ്. ഇതിനെതിരെ നിരന്തരം നമ്മൾ ഫോറസ്റ്റ് അധികാരികൾക്കും DFO മറ്റ് തലങ്ങളിലൊക്കെ നമ്മൾ പരാതികൾ കൊടുത്തിട്ടും യാതൊരു വിധത്തിലുള്ള അനുകൂല നടപടികളും നമ്മൾ നിർദ്ദേശിക്കുന്ന രീതിയിൽ ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ജനപ്രതിനിധികൾ, ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികൾ നമ്മളിവിടെ ഒരു നിവേദനം നൽകാനെത്തിയത്. അപ്പോൾ ആ നിവേദനം കൊടുത്ത് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ യാതൊരുവിധ നടപടികളും ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിന്ന് ഒരു സൂചന നിരാഹാര സമരമായിട്ട് മുന്നോട്ട് പോവുകയാണ്.